നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം. നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം. സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായ ടീമാണ് നന്ദഗോവിന്ദം ബാൻഡ്. ഉത്സവപ്പറമ്പുകളിലും ക്ഷേത്രങ്ങളിലും അവർ തീർക്കുന്ന ഓളത്തെ കടത്തിവെട്ടുന്ന ഒരു കുടുംബമുണ്ട്. അവരാണ് തൃശൂരിലെ ഉപ്പയും ഉമ്മയും മകളും അടങ്ങുന്ന 3 അംഗ കുടുംബം. മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അതിർവരമ്പുകളില്ലാതെ സംഗീതത്തെ പ്രണയിക്കുന്ന ഒരു കുടുംബമാണ് തൃശൂർ സ്വദേശികളായ നിഷാദും ഭാര്യ സജനയും മകൾ ദിൽരുവും അടങ്ങുന്ന പാട്ട് ഫാമിലി. ഭക്തിയുടെയും രാജ്യസ്നേഹത്തിന്റെയും ഗീതങ്ങൾ പാടി ലക്ഷക്കണക്കിന് ആരാധകരെയാണ് ഈ കലാകുടുംബം നേടിയിട്ടുള്ളത്. ഒരു മുസ്ലിം കുടുംബമായിരുന്നിട്ടും അയ്യപ്പ ഭക്തിഗാനങ്ങളിലൂടെയും ഹിന്ദു ഭക്തിഗാനങ്ങളിലൂടെയും ജനഹൃദയങ്ങൾ ഇവർ കീഴടക്കി. സജൻ നാടക നടനും എഴുത്തുകാരനും ഗായകനും ഒക്കെയാണ്. 14-ാം വയസ്സ് മുതൽ ഗാനമേള വേദികളിൽ സജീവമായ നിഷാദിന് പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ തന്നെ പങ്കാളിയെ മാത്രം മതി എന്നായിരുന്നു ആഗ്രഹമായി ഉണ്ടായിരുന്നത്. സജനയെ അങ്ങനെ പങ്കാളിയായി കിട്ടിയതോടെ ഇവരുടെ കലായാത്രയ്ക്ക് വേഗത കൂടുകയായിരുന്നു. സോളോ റീലുകളുമായിട്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് സജൻ എത്തിയതെങ്കിലും മകൾ ദിൽരുവിനെയും ഒപ്പം കൂട്ടി പാടിയ ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം എന്ന അയ്യപ്പ ഭക്തിഗാനം ഇവരുടെ ജീവിതം മറിച്ചു. അച്ഛനും അമ്മയ്ക്കും പാട്ടിലാണ് കമ്പമുണ്ടായിരുന്നതെങ്കിൽ മകൾക്ക് നൃത്തത്തോടായിരുന്നു താല്പര്യം. എന്നാൽ ഉപ്പയ്ക്കും ഉമ്മയ്ക്കുമൊപ്പം പാടിത്തുടങ്ങിയതോടെ ഈ കൊച്ചു ഗായികയും സോഷ്യൽ മീഡിയയിലെ വലിയ താരമായി മാറി. 23 വർഷം കലാരംഗത്ത് തുടർന്നിട്ടും ലഭിക്കാത്ത അംഗീകാരമാണ് ഇക്കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് ഈ മുസ്ലിം കുടുംബത്തിന് ലഭിച്ചത്. വൃശ്ചിക മാസമായാൽ ഇന്ന് കേരളത്തിലെ ക്ഷേത്രമുറ്റങ്ങളിലും ഗൾഫ് മേഖലകളിലുമെല്ലാം ഈ കുടുംബം ഒഴിച്ചുകൂടാനാകാത്ത നിറസാന്നിധ്യമാണ്. അടുത്തിടെ കണ്ണൂരിലെ ഒരു ഉത്സവ വേദിയിൽ വെച്ച് രാഷ്ട്രീയ പ്രതിഷേധങ്ങളെ നേരിടേണ്ടി വന്നതിലൂടെയാണ് ഇവർ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. കണ്ണാടിപ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേളയ്ക്കിടെയാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ അരങ്ങേറിയത്. പരമപവിത്രമാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നതിനിടെ ഒരു വിഭാഗം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി സ്റ്റേജിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഈ പാട്ട് RSSന്റെ ഗണഗീതമാണ് എന്നാരോപിച്ചായിരുന്നു ബഹളം. എന്നാൽ ഭീഷണികൾക്ക് വഴങ്ങാതെ പാട്ട് പൂർത്തിയാക്കുവാൻ പാട്ട് ഫാമിലി കാണിച്ച ആർജവം ഏറെ പ്രശംസ പിടിച്ചുപറ്റുകയായിരുന്നു. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന ഈ കുടുംബത്തിന് നേരെ നടന്ന അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റി അവിടെയുണ്ടായിരുന്ന ജനങ്ങളും കലാകാരന്മാർക്കൊപ്പം നിലകൊള്ളുകയായിരുന്നു. പലപ്പോഴും മതപരമായ വേർതിരിവുകൾ കൽപ്പിക്കുന്ന സമൂഹത്തിൽ ഒരു മുസ്ലിം കുടുംബം ഭക്തിഗാനങ്ങൾ പാടുന്നതിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരാറുണ്ട്. എന്നാൽ പാടുമ്പോൾ ലഭിക്കുന്ന ആ ഒരു പ്രത്യേക അനുഭൂതിയാണ് ആളുകളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതെന്ന് ഇവർ വിശ്വസിക്കുന്നു. രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും അപ്പുറം കലയെയും വിശ്വാസത്തെയും നെഞ്ചിലേറ്റുന്ന ഒരു കുടുംബത്തിന്റെ അതിജീവനമാണ് പാട്ട് ഫാമിലിയുടെ ജീവിതം. പ്രതിസന്ധികളിൽ തളരാതെ തങ്ങൾ വിശ്വസിക്കുന്ന സംഗീത വഴിയിലൂടെ അവർ തങ്ങളുടെ യാത്ര തുടരുകയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.